ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം വൻ കോമഡി ആയിരുന്നു കേട്ടോ. ലാലേട്ടൻ വന്നു പോയതിനു ശേഷം കംപ്ലീറ്റ് കോമഡി കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറയാം. കലാഭവൻ സരികയും ശൈത്യയും കൂടി ഉള്ള ഒരു ഡിസ്കഷൻ. അതിൽ സരിക പറയുന്നു, ഞാൻ അക്ബറിന്റെയും ശരത്തിന്റെയും കൂടെ ഒക്കെ ഇരിക്കുന്നത് ചിരിക്കാനായിട്ടാണ്, മനസ്സ് നിറഞ്ഞ് ചിരിക്കാനായിട്ടാണ്. അവര് ആരുടെയും കുറ്റമൊന്നും പറയാറില്ല, ഞാനും പറയാറില്ല, ഞങ്ങളിരുന്ന് ഒരുപാട് ചിരിക്കും എന്ന് സരിക പറയുന്നു. ആ ഒരു വാഷ്റൂം ഏരിയയുടെ ആ ഒരു കോറിഡോറിന് അവിടെ വെച്ചാണ് ശൈത്യയോട് ഇത് പറയുന്നത്. ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അടുത്തതായിട്ട് കട്ട് ചെയ്തിട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്ന് അറിയത്തില്ല. അക്ബറും അപ്പാനിഷർത്തും കൂടി ഇരുന്ന് ആ ഒരു സോഫയിൽ ഒരുമിച്ചിരുന്ന് അനുമോളുടെയും ഷാനവാസിന്റെയും ഒക്കെ കുറ്റം പറയുന്ന ആ ഒരു സീനാണ് അവിടെ കട്ട് ചെയ്തിട്ടത്. അനുമോളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുസുതി ഭയങ്കര ക്വാളിറ്റി ഉള്ള വ്യക്തിയാണല്ലേ അളിയ എന്ന്. ആരാണിത് പറയുന്നത്? സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അക്ബർ ഖാൻ. അത് ക്ഷമിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ക്ഷമിച്ച ഉടനെ തന്നെ രേണുസുതി ഭയങ്കര നന്മയുള്ള വ്യക്തിയായി കേട്ടോ അക്ബറിന്. ഇതിനു മുമ്പ് അപ്പാനി പറയുന്നുണ്ട് കേട്ടോ, അനുമോൾ എന്ത് ഫേക്ക് ആണല്ലേ അളിയ, അനുമോൾ എന്ത് ഫേക്ക് ആണല്ലേ, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അനുമോളെ പോലൊരു ഫേക്ക് ഈ വീട്ടിൽ വേറെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പാനി. അത് കഴിഞ്ഞിട്ടാണ് അക്ബർ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. പിന്നെ അക്ബർ ഇത് പറഞ്ഞത് അപ്പാനിഷടുത്ത് പറയുന്നുണ്ടേ, ഭയങ്കര സ്റ്റാൻഡേർഡ് ഗെയിമറാ രേണുചേച്ചിയൊക്കെ നല്ല കിടിലൻ സ്റ്റാൻഡേർഡ് ഗെയിമറാ അല്ലേ അളിയ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഉടനെ അപ്പാനി ഷാനവാസ് ഓർത്തോണ്ടിരിക്കുന്നത് അയാൾ വലിയ മാസ് ആണെന്നാണ്, അയാളൊരു പാവപ്പെട്ട മനുഷ്യൻ ആ സൈഡിൽ കൂടി മാസ് കാണിക്കാനായിട്ട് നോക്കുന്നു എന്ന്. കഴിഞ്ഞിട്ടില്ല, ഒനിയില് മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കാൻ നോക്കുന്നു. പിന്നെ എന്താണ്, അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം പുള്ളി സാധാരണക്കാരുടെ പ്രതിനിധി ആയതുകൊണ്ടാണ് എന്ന്. ഇങ്ങനെ ഒരു സോഫയിൽ കിടന്ന് ഓരോരുത്തരെ പറ്റിയും ഇരുന്നും കിടന്നും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിക്രമനും മുത്തുവും കൂടി. വെറും കോമഡി പീസ് മരപ്പാഴുകളായി മാറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഉള്ള കാര്യം പറയാം, ബിഗ് ബോസ് ലെവൽ ഗെയിമിലേക്ക് ഇവർക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇവർക്ക് സാധിക്കുമോ എന്നും അറിയത്തില്ല. വെറുതെ ഇരുന്ന് ഓരോരുത്തരെ പറ്റിയും വിലയിരുത്തിയാൽ, അല്ലെങ്കിൽ ഓരോ പൊളിറ്റിക്സ് കളിച്ച് എന്നെ ഈ ടീമിലോട്ട് ഇട്ടാൽ ഞാൻ ഇന്ന ആളെ മലത്തി അടിക്കും എന്നൊന്നും പറയുന്നതല്ല ബിഗ് ബോസിനകത്തെ ഗെയിം. ഒന്നാമതൊരു കാരണം വേണം, ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ടാണെങ്കിലും എന്ത് കാര്യത്തിനായിട്ടാണെങ്കിലും ഒരു വ്യക്തമായ റീസൺ വേണം. ഇരുന്ന് ആര്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഈ ടീമിലോട്ട് ഇട്ടാൽ ഞാൻ മലത്തി അടിക്കും, ഞാൻ കച്ചറ ഉണ്ടാക്കും എന്ന് പറയുകയാണ്. പച്ചക്കിരുന്ന് പറയുകയാണ് അപ്പാനിഷരത്ത്. സ്വയം എക്സ്പോസ് ചെയ്താണ് അപ്പാനിഷരത്ത് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബർ ആണേലും അതെ. പിന്നെ ഇവര് തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് തന്നെ തുടങ്ങിയ ഗ്രൂപ്പിൽ നിന്ന് ഇവരെ പുറത്താക്കിയെന്ന്. നമ്മളാണ് ഔട്ടായിട്ട്, നമ്മളാണ് ഇവിടെ മാറിയിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഔട്ടായി എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത സീനില് അപ്പാനിഷടുത്ത് ആര്യനോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഈ ഗ്രൂപ്പിലോട്ട് ഇടണം, ഈ ടീമിലോട്ട് ഇടണം എന്ന് പറഞ്ഞാൽ ആര്യന്റെ ഡിസിഷൻസിനെയാണ് അപ്പാനിഷടുത്ത് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ എന്തേലും ഒരു ബന്ധം വേണ്ടേ? ചുമ്മാ എന്തൊക്കെയൊക്കെയോ ഇരുന്ന് പറയുവാണ്, എന്നിട്ട് വേറെ എന്തൊക്കെയൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് വിക്രമനും മുത്തുവും കൂടി ഇരുന്ന്. എന്തായാലും സരിക പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള വിഷ്വൽസ് തന്നെ അവിടെ കട്ട് ചെയ്ത് പ്ലേസ് ചെയ്തതിന് എഡിറ്റർ അണ്ണൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ.